ഒരു ഒരു കമൻ്റ് കയറി വന്നിട്ടുണ്ട് ഇടയ്ക്ക്. ഇങ്ങനെ കാണുന്നതല്ലായിരുന്നു, പക്ഷേ സജീന സാർ, ഞാനൊരു മുസ്ലിമാണ്, എന്നെ ഈശോ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? നിശ്ചയമായിട്ടും യേശു പ്രാർത്ഥന കേൾക്കും. അവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ഇല്ല. യേശു ഒരു മതത്തിന് വേണ്ടി വന്നതല്ല സിസ്റ്റർ. യേശു ഒരു വിഭാഗത്തിന് വേണ്ടി വന്നതല്ല. നമ്മൾ മനുഷ്യനാണോ? നിങ്ങളുടെ സങ്കടങ്ങൾ നിങ്ങൾ യേശുവിനോട് പറയൂ. അതിന് പ്രത്യേകിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ എന്ത് സങ്കടമായിക്കോട്ടെ. ജനിച്ചു വീഴുന്ന കുഞ്ഞ്, സിസ്റ്റർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞ് അതിൻ്റെ സന്തോഷം അമ്മയോട് പറയുന്നത് അമ്മ മനസ്സിലാക്കിയിട്ടില്ലേ? അതിന് വിശന്നപ്പോൾ എങ്ങനെയാ ഭക്ഷണം കൊടുത്തേ? എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ അതിൻ്റെ നാവ് ചലിച്ചത് 2-3 വയസ്സിന് ശേഷമല്ലേ എന്ന് പറഞ്ഞാൽ വർത്തമാനം പറയാറായത്. അതിനു മുമ്പേ സിസ്റ്റർ എങ്ങനെ തിരിച്ചറിഞ്ഞു എൻ്റെ കുഞ്ഞിന് വിശക്കുന്നുണ്ടെന്ന്? അതിനെ എറുമ്പ് കടിച്ച് കരഞ്ഞപ്പോൾ ആ വേദന എങ്ങനെയാ അമ്മയ്ക്ക് മനസ്സിലായത്? ഇത് വിശപ്പിന് വേണ്ടിയുള്ള കരച്ചിലല്ല, ഇത് എറുമ്പ് കടിച്ച് കരയുന്നതാണ്. ഇല്ലേ, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളപ്പോൾ അത് കുഞ്ഞ് കരഞ്ഞപ്പോൾ കൃത്യമായിട്ട് അമ്മ എങ്ങനെ മനസ്സിലായി? ഇത് വിശന്നത് കൊണ്ടോ അല്ല, ഉറുമ്പ് കടിച്ചത് കൊണ്ടോ അല്ല, കുഞ്ഞിന് എന്തോ വയറ്റിൽ പ്രശ്നമുണ്ട്. ഇതൊക്കെ ഒരു ദൈവം മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ മനുഷ്യനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്തെ വാക്കുകളുടെ ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. ഒരു കുഞ്ഞ് അതിൻ്റെ സങ്കടങ്ങൾ ഇല്ലാത്ത ഭാഷയിൽ കൂടി അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ പ്രാർത്ഥനകളും ദയവ് ചെയ്ത് സിസ്റ്റർ യേശുവിനോട് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.